തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ 1989-ലെ LDF സ്ഥാനാർത്ഥി KV ദേവദാസ് തള്ളി. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞുകൊണ്ടത് ലേശം ഭാവനയെ കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ബാലറ്റ് പേപ്പർ തിരുത്തിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞെങ്കിലും G. സുധാകരൻ നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകളാണ് ചുമത്തിയത്. വോട്ടെടുപ്പിന്റെ രഹസ്യാത്മകത ലംഘിക്കൽ, സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശം തടസ്സപ്പെടുത്തൽ, ബാലറ്റ് തിരുത്തൽ തുടങ്ങിയ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും വ്യാജരേഖ ചമയ്ക്കൽ, ഔദ്യോഗിക രേഖകൾ തിരുത്തുക തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളുമാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 2 വകുപ്പുകളുണ്ട്. അധികം വൈകാതെ പോലീസ് G. സുധാകരന്റെ മൊഴിയെടുക്കും. കാലപ്പഴക്കവും തെളിവുകളുടെ കുറവും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. അതേസമയം തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടില്ലെന്ന് സ്ഥാനാർത്ഥി KV ദേവദാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പൊ TV-യിൽ കണ്ടതുപോലെയുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് മാത്രമല്ല, എന്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പിഴവ് കാട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും സുധാകരനും അറിയണമെന്നില്ല. സുധാകരന്റെ പ്രസ്താവനയെ പ്രതിപക്ഷ പാർട്ടികൾ CPM-നെതിരായ ആയുധമാക്കിയിരിക്കുകയാണ്. അത് CPM നേതൃത്വം അറിഞ്ഞിരുന്നതാണ്. അത് ആലപ്പുഴയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സുധാകരൻ പറഞ്ഞത് അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ നടത്തുന്നു എന്ന് ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തപാൽ വോട്ട് തിരുത്തി എന്ന മുതിർന്ന നേതാവിന്റെ വെളിപ്പെടുത്തൽ ഭരണകക്ഷിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.